ഹായ് സുഹൃത്തുക്കളെ, ഞാൻ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പാലത്തിൻ്റെ അടുത്താണ്. ബ്ലോക്കിൽ കുടുങ്ങിക്കാണ്. കുറേ നേരം ബ്ലോക്കിൽ കുടുങ്ങിയിട്ട്. കഴിഞ്ഞ തവണ ഞാൻ ഇതുവഴി പാസ് ചെയ്തപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ബ്ലോക്കിൽ കുടുങ്ങി. അന്ന് ഞാൻ കരുതി അന്നാണ് ഞാൻ ഏറ്റവും വലിയ ബ്ലോക്കിൽ കുടുങ്ങിയത്. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി അന്നല്ല, ഇന്നാണ് ഞാൻ ഏറ്റവും വലിയ ബ്ലോക്കിൽ കുടുങ്ങുക എന്നുള്ളത്. ഒരുപാട് നേരമായി ബ്ലോക്കിൽ കുടുങ്ങിയിട്ട്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കാര്യമായിട്ടുള്ള പരിപാടി ഗൾഫിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചവടം ഇവിടെ നടത്താനുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. ഏതായാലും ഇന്ന് എനിക്ക് ഇഷ്ടംപോലെ സമയം കിട്ടി ചിന്തിക്കാൻ വേണ്ടിയിട്ട്. കൂലങ്കഷമായിട്ട് ചിന്തിച്ചു. കുറേ നേരം ചിന്തിച്ചപ്പം എനിക്കൊരാശയം തോന്നി. അതായത് ബ്ലോക്കായി കഴിഞ്ഞാൽ, സാധാരണ ബ്ലോക്ക് ഉണ്ടാവാറുള്ളത് ജൂബിലി ജംഗ്ഷൻ മുതൽ പാലം ക്രോസ് ചെയ്യുന്നത് വരെ ബ്ലോക്കായിരിക്കും ഉണ്ടാവുക. മിക്കവാറൊക്കെ മണിക്കൂർ കണക്കിന്. ഇനി ശനിയാഴ്ചകളിലാണെങ്കിലും മണിക്കൂറിനപ്പുറം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം. അപ്പോൾ ഒരുപാട് നേരം നൂറുകണക്കിന് വാഹനങ്ങൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യന്മാർ ഇതുവഴി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചൂടെടുത്ത് വേർത്തുരിച്ചാണ് കടന്നു പോകാറുള്ളത്. ഒരുപാട് നേരം നമുക്ക് അവരുമായിട്ട് സംസാരിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ സമയം കിട്ടും. അപ്പോൾ ഇന്നേരത്ത് ഇവിടെ നടക്കുന്ന നല്ലൊരു ബിസിനസ്സാണ് കപ്പലണ്ടി കച്ചവടം. കപ്പലണ്ടി കച്ചവടം നല്ല ഉഷാറായിട്ട് നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ കടയിലൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന നേരം പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ നടന്നിട്ടുള്ള എന്തെങ്കിലും കച്ചവടം ചെയ്യുകയാണെങ്കിൽ, കപ്പലണ്ടിനെ വേണമെന്നില്ല, നമ്മൾ വല്ല ചിക്കൻ പൊക്കവട അതുപോലത്തെ പരിപാടി, ഈവൻ കാർ വാഷ് വരെ, നമ്മൾ ജസ്റ്റ് ബോഡി വാഷ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് വരെ ചെയ്യാനുള്ള സമയം നമുക്കവിടെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏതായാലും അതുപോലെ നടന്നുകൊണ്ടുള്ള എന്തെങ്കിലും കച്ചവടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും ഇടങ്ങേറായി ബുദ്ധിമുട്ടി ഇങ്ങനെ പോകുമ്പോഴായിരിക്കും റൈറ്റ് സൈഡിൽ കൂടെ കുറേ ആളുകൾ വന്നിട്ട് തിരികെ കയറ്റും. കുറേ ഒരു വൃത്തിയില്ലാത്ത മര്യാദ ഇല്ലാത്ത ഡ്രൈവർമാർ. ഞാൻ വണ്ടി തട്ടിച്ച് പോയാൽ പോലും ഗ്യാപ്പ് കൊടുക്കൂല എന്നുള്ള വാശിയിൽ പൊതുവെ ഇങ്ങനത്തെ ആളുകൾക്ക് ഗ്യാപ്പ് കൊടുക്കാറില്ല. ഇങ്ങനെ തിരികെ കയറ്റുന്ന ആളുകൾക്ക് പൊതുവെ ഗ്യാപ്പ് കൊടുക്കാറില്ല. വണ്ടി തട്ടിക്കിട്ടെന്ന് വിചാരിക്കും. മാത്രമല്ല, പാലം പോയി ഇറങ്ങുന്നിടത്ത് തന്നെ എന്ന് നോക്കിയാലും ഒരു മാരുതി കാർ, ഒരു ഓട്ടോറിക്ഷ ഇട്ട് മൂടാൻ പാകത്തിനുള്ള വലിയ വലിയ ഗട്ടറുകൾ ഉണ്ടാവും എന്നും. അപ്പോൾ ആ ഗട്ടറുകളൊക്കെ തൂർത്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഈ ബ്ലോക്കുകൾ ഒഴിവായി കിട്ടും. എന്ന് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. അവിടെ ഒരു ഗട്ടർ ഉണ്ടാവും. ആ ഗട്ടറിൻ്റെ അവിടെ പോയിട്ട് ഒരു 10 വണ്ടി പോകേണ്ട സമയത്ത് ചിലപ്പോൾ ഒരു വണ്ടിക്ക് പോകുള്ളൂ. അത്രക്ക് അതായിരിക്കും. അതുപോലെ തന്നെയാണ് പാലത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും പോലീസുകാരുണ്ടാവും. പോലീസുകാർ നിൽക്കുന്നത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനെന്ന് കരുതണ്ട. അവർ റോഡ് ബ്ലോക്ക് തീർക്കാനോ ട്രാഫിക് കൺട്രോൾ ചെയ്യാനൊന്നുമല്ല അവിടെ നിൽക്കുന്നത്. കാര്യമായിട്ട് പെറ്റടിക്കാനാണ്. ഹെൽമെറ്റ് ഇടാത്ത ആളുകൾ, അതുപോലെ ബെൽറ്റ് ഇടാത്ത ആളുകളൊക്കെ പൊക്കാനാണ് അവിടെ പോലീസ് നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. കുറേ ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പം ബെൽറ്റൊക്കെ ഊരിടാനൊക്കെ തോന്നും. പക്ഷെ അന്നേരത്തെ ആരും ബെൽറ്റ് ഊരിടരുത്. നിയമം എപ്പോഴും നമ്മൾ പാലിക്കേണ്ടതാണ്. ഹെൽമെറ്റ് എപ്പോഴും ധരിക്കേണ്ടതാണ്. ബെൽറ്റ് എപ്പോഴും ഇടേണ്ടതാണ്. അതങ്ങനെ തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോലീസ് നിങ്ങൾക്ക് പെറ്റി അടിച്ചു തരും. അവിടെ പോലീസ് ഉണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.